അപ്പോൾ ഇന്ന് വിഷുവുമായി ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഥയ്ക്ക് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറയണ്ടേ. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ ആദ്യം പറയാം. ഭഗവാൻ ഇന്നലെ ശ്രീലകത്ത് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണൻ രണ്ട് കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ വിളിക്കായിരുന്നു കേട്ടോ. വേണുനാഥം പൊഴിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു, മുരളീധരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഭഗവാനെ കാണാനായിട്ട്. നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ ആ പൊന്നോടക്കുഴല് ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് വേണുനാഥം പൊഴിക്കുന്നുണ്ടായിരുന്നത്. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാനെ. ഒരെണ്ണത്തിൽ ഏറ്റവും മുകളിലുള്ളത് 3 നിറമുണ്ട് കേട്ടോ. ചുവപ്പുണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്. അതായത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. പിന്നത്തെ തിരുമുടി മാലയിലെ നന്ദ്യാർവട്ടവും തെച്ചിയാണ് കേട്ടോ. അതിങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയാണ്. പിന്നത്തെ തിരുമുടി മാല നന്ദ്യാർവട്ടം മാത്രമേ ഉള്ളൂ. മുഴുവനായിട്ട് നല്ല തൂവെള്ള നിറത്തിലായിരുന്നു ആ ഒരു തിരുമുടി ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയുണ്ട് കേട്ടോ. ആ ഉണ്ടമാലയിലും നിറയെ തൂവെള്ള നിറാണ്, നിറയെ നന്ദ്യാർവട്ട പൂക്കൾ കോർത്തിരിക്കുക. ഈ താഴേക്ക് എത്തുന്ന സമയത്ത് മാത്രം കുറച്ച് തുളസി കോർത്തിട്ടുണ്ട്. ഇതിന് നടുക്കാണ് വേണു ഊതിക്കൊണ്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പൊന്നിൻ കിരീടമൊക്കെ ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്, കാതുപൂക്കളുണ്ട്. പിന്നെ 3 മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. തോളുകളിലും ഓരോ കുഞ്ഞു ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ ഉണ്ട്. ആ പൊന്നോട് കുഴലെടുത്തിട്ട് ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ട് വേണുനാഥം പൊഴിക്കുകയാണ് ഭഗവാൻ. നമ്മളെല്ലാവരെയും ആ വേണുനാഥത്തിലെ അലിയിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വെളുത്ത കസവും മുണ്ടാണ്, അത് നല്ല നേർത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പട്ടുകോണമൊന്നും കാണാനില്ലല്ലോ, ഇന്നും മുടുക്കാപ്പെട്ടിയാണോ എന്നൊക്കെ വിചാരിച്ചു. നന്നായി അടുത്തപ്പോഴാണ് മനസ്സിലായത് ഒരു കസവും മുണ്ടൊക്കെ ചുറ്റിയിട്ടുണ്ട്. വളരെ നേർത്തതാണ് കേട്ടോ. കുഞ്ഞിക്കാലുകളൊക്കെ ഇങ്ങനെ പിണച്ച് വെച്ചിട്ട് കാൽത്തളകളൊക്കെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുന്ദരനായിട്ട് വേണുനാഥം പൊഴിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ഗുരുവായൂരപ്പനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്നിപ്പോൾ പുലർച്ചെ കണി കാണാൻ പോയ സമയത്തും അതേ രൂപത്തിൽ തന്നെ ഭഗവാൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഭഗവാനെ കണി കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു പുതുവർഷ പുലരിയിലെ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് കൈനീട്ടം ലഭിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം കൂടെ കിട്ടി. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം എല്ലാവർക്കും മനസ്സിൽ തോന്നൂല്ലോ. ഭഗവാനെ കണ്ടതായിട്ട് തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ കണി കണ്ടതായിട്ടുള്ള ഉള്ള ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും കൂടെ കരുതിയിട്ടാണ് കേട്ടോ അത് പറയണത്. വിഷു കൈനീട്ടും എല്ലാവർക്കും ലഭിച്ചതായിട്ട് ഭഗവാൻ തന്നെ എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്ന് തന്നെ ഭഗവാൻ എല്ലാവരും പറയാനായിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവാന്റെ ആ മുരളി ഊതുന്ന രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.